നടിയെ ആക്രമിച്ച കേസിലെ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അതിജീവിത പോലീസ് അന്വേഷണം ആവശ്യപ്പെടും. വസ്തുതാ പരിശോധന റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കോടതി കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി 3 തവണ പരിശോധിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ വസ്തുതാ പരിശോധന പൂർത്തിയായെങ്കിലും തുടർ നടപടിയുണ്ടായിട്ടില്ല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു വസ്തുതാ പരിശോധന. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി 3 തവണ 3 കോടതികളിലായി പരിശോധിച്ചുവെന്നാണ് ജില്ലാ ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. ലീന റഷീദ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചുവെന്ന അതിജീവിതയുടെ ആരോപണം പൂർണ്ണമായി ശരിവെക്കുന്നതായിരുന്നു റിപ്പോർട്ട്. മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം. റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറിയിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് 1 വർഷം സ്വകാര്യമായി മെമ്മറി കാർഡ് കൈവശം വെച്ച പല ഘട്ടങ്ങളിലായി പരിശോധിച്ചുവെന്ന റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് അങ്ങനെ ചെയ്തതെന്നായിരുന്നു മൊഴി. 2018 ഡിസംബർ 13 രാത്രി 10:52 ജഡ്ജിയുടെ PAയുടെ ഫോണിലും മെമ്മറി കാർഡിട്ട് പരിശോധിച്ചു. ഈ ഫോൺ 2022 യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ടതായും മൊഴിയുണ്ട്. ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനയെന്നാണ് മൊഴി നൽകിയത്. 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് വിചാരണ കോടതി അതിജീവിതയ്ക്ക് നൽകിയിരുന്നില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് പകർപ്പ് നേടിയെടുത്തത്.